ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന പോലീസ് നരനായാട്ടിനാണ് ഇന്നലെ പേരാമ്പ്ര സാക്ഷ്യം വഹിച്ചത്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലെ KSUവിൻ്റെയും UDF വിദ്യാർത്ഥി സംഘടനകളുടെയും വിജയം ഉൾക്കൊള്ളാനാവാതെ SFI പ്രവർത്തകർ അഴിച്ചുവിട്ട ആക്രമണത്തിനെതിരെ UDFിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധത്തിന് നേരെ CPM ആക്രമണം അഴിച്ചുവിടുകയും അതിന് കവചം തീർത്തുകൊണ്ട് പോലീസ് നരനായാട്ട് നടത്തുകയും ചെയ്യുകയായിരുന്നു. ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ള നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്കാണ് പോലീസിന്റെ ഈ ആക്രമണത്തിലും ലാത്തിചാർജിലും ഗുരുതരമായ പരിക്കേറ്റത്. നാം മനസ്സിലാക്കണം, കേരളത്തിൽ ഇപ്പോൾ വിവാദമുയർന്നിരിക്കുന്ന അനവധി വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുവാൻ ഷാഫി പറമ്പിൽ പോലുള്ള കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ ഒരു യുവ നേതാവിനെ ആക്രമണത്തിനിരയാക്കിക്കൊണ്ട് ആ ചർച്ച ദിശ മാറ്റി വിടുവാനുള്ള CPMന്റെ ഭരണകൂടം ആസൂത്രിതമായി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ട് നടന്ന ഒരു പോലീസ് ആക്ഷനാണ് ഇന്നലെ പേരാമ്പ്രയിൽ സംഭവിച്ചത്. എന്നാൽ ഷാഫിയുടെ ശരീരത്തിൽ നിന്ന് ചോര പൊടിഞ്ഞപ്പോൾ കേരളത്തിലെമ്പാടും ഉറങ്ങിക്കിടന്ന നാഥനില്ലാത്ത യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് ആയിരക്കണക്കിന് പോരാളികൾ പിറവികൊള്ളുകയായിരുന്നു. രാത്രിയാണെന്ന് നോക്കാതെ ആൺ പെൺ ഭേദമില്ലാതെ നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അർദ്ധരാത്രിയിൽ പോലീസിനെതിരെ വൈകാരിക പ്രതിഷേധ പ്രകടനങ്ങളുമായി തെരുവിലിറങ്ങിയത്. അവർ നാഷണൽ ഹൈവേകൾ ഉപരോധിച്ചും പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തിയും സംഹാര താണ്ഡവം ആടുന്നതിനെ തടഞ്ഞു നിർത്തിയത് കോൺഗ്രസ് നേതാക്കളുടെ പക്വതാപൂർവമായ ഇടപെടലായിരുന്നു. ഇല്ലെങ്കിൽ കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ നിരവധി പോലീസ് സ്റ്റേഷനുകൾ അഗ്നിക്കിരയാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. നിരവധി പോലീസുകാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എല്ലാ ഘട്ടത്തിലും ജനാധിപത്യ മര്യാദകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എത്രമാത്രം പ്രബുദ്ധമാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലെ കോൺഗ്രസ് നേതൃത്വം നടത്തിയ സമയോചിതമായ ഇടപെടൽ എന്നുകൂടി നാം മനസ്സിലാക്കണം. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഷാഫി പറമ്പിൽ എന്ന യുവ നേതാവിനെ ഇന്നോ ഇന്നലെയോ അല്ല കേരളവും കേന്ദ്രവും ഭരിക്കുന്ന ഭരണകൂടങ്ങൾ ലക്ഷ്യമിടുവാൻ തുടങ്ങിയത്. പാലക്കാടിന്റെ മണ്ണിൽ രാജകുമാരനായി, വടകരയുടെ സുൽത്താനായി ഇന്ന് ജനാധിപത്യ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന കാവൽ മാലാഖിയായി മാറിയിരിക്കുന്ന ഷാഫിക്കെതിരെ ഓരോ ഘട്ടത്തിലും ആസൂത്രിതമായ ആക്രമണങ്ങളും വ്യാജ പ്രചാരണങ്ങളും അഴിച്ചുവിട്ട് അയാളെ പരാജയപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ പലവട്ടം കേരളം കണ്ടിട്ടുള്ളതാണ്. ഈ ശ്രീധരനെ പോലൊരു സ്ഥാനാർത്ഥിയെ ഇറക്കിക്കൊണ്ട് തീവ്രവർഗീയ പരാമർശങ്ങളിലൂടെ, തീവ്രവർഗീയ പ്രചാരണങ്ങളിലൂടെ പാലക്കാട് ഷാഫിയെ പരാജയപ്പെടുത്തുവാനുള്ള CPMന്റെയും BJPയുടെയും ശ്രമങ്ങൾ പരാജയപ്പെടുത്തിയത് ജനാധിപത്യ കേരളമാണ്. പിന്നീട് കാഫിർ സ്ക്രീൻഷോട്ടിലൂടെ വടകരയിൽ അയാളെ വീഴ്ത്തുവാൻ ശ്രമിച്ചപ്പോൾ ജനാധിപത്യ കേരളം 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് KK ശൈലജയെ പരാജയപ്പെടുത്തി ഷാഫിയെ പാർലമെന്റിലേക്ക് അയച്ചത്. രാഹുൽ മാങ്കൂട്ടം ലൈംഗിക അപവാദ വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതിന്റെ പേരിൽ ഷാഫിയെ പ്രതിസ്ഥാനത്ത് നിർത്തി തെരുവിലിറങ്ങുവാൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരേ മനസ്സോടുകൂടി തോളോട് തോൾ ചേർന്ന് നിന്നാണ് DYFIയും യുവമോർച്ചയും പ്രതിഷേധം പ്രഖ്യാപിച്ചത്. എന്നാൽ അവിടെയും അവർ പരാജയപ്പെട്ടു. ഷാഫിയെ വഴിയിൽ തടഞ്ഞ് അശ്ലീലം പറഞ്ഞ് ആഭാസകരമായ പരാമർശങ്ങൾ നടത്തിയ DYFI നേതാക്കൾക്കെതിരെ മുണ്ടും മാടിക്കുത്തി യുവകേരളത്തിന്റെ പ്രതീക്ഷയായ ആ നേതാവ് ഇറങ്ങിച്ചെന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ DYFIയുടെ വിപ്ലവ വീര്യം വാലും ചുരുട്ടി ഓടുന്നതും നാം കണ്ടിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും കലിയടങ്ങാതെ CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ സുരേഷ് ബാബു അശ്ലീലത നിറഞ്ഞ ഒരു പരാമർശം ഇയാൾക്കെതിരെ ആരോപണ രൂപത്തിൽ ഉയർത്തുന്നതും നാം കണ്ടിട്ടുണ്ട്. ഷാഫി സുന്ദരികളായ പെൺകുട്ടികളെ കണ്ടാൽ ബംഗളൂരുവിലേക്ക് ടൂറ് പോകുവാൻ ശ്രമിക്കുമെന്നായിരുന്നു സുരേഷ് ബാബുവിന്റെ ഈ പ്രസ്താവന. ജനാധിപത്യ ബോധമുള്ള കേരളത്തിലെ ജനങ്ങളാണ് ഇതിനെതിരെ പ്രതിഷേധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്താവനയുടെ പേരിൽ സുരേഷ് ബാബുവിനെ തള്ളിപ്പറയുവാനും ഇത് ഏറ്റെടുക്കുവാനും CPM നേതാക്കൾക്ക് കഴിയാതെ പോയത്. ഇങ്ങനെ അനവധി വട്ടം വേട്ടയാടപ്പെട്ടിട്ടും ഷാഫി എന്ന പോരാളിയുടെ പോരാട്ട വീര്യത്തെ തളർത്തുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ, ഏറ്റവും നിന്ദ്യമായ രീതിയിൽ ഷാഫിക്കെതിരെ ഇപ്പോൾ ആക്രമണം അഴിച്ചുവിടുവാൻ പോലീസിനെ കളത്തിലിറക്കിയിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ CPMന്റെയും BJPയുടെയും സമൂഹ മാധ്യമ പ്രൊഫൈലുകൾ വ്യാപകമായി ഒരു വീഡിയോ പങ്കുവെക്കുന്നുണ്ട്. ഷാഫിക്ക് യഥാർത്ഥത്തിൽ പരിക്കേറ്റിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഒരു വീഡിയോ പങ്കുവെക്കുന്നത്. ഷാഫിയെ ഒരു നാടകക്കാരനായി ചിത്രീകരിക്കുവാനുള്ള ഈ ശ്രമങ്ങളെയും കേരളത്തിലെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇന്നലെ പരിക്കേറ്റ് സമരമുഖത്ത് നിന്നുകൊണ്ട് തന്നെ ഷാഫി വ്യക്തമാക്കിയ ചില കാര്യങ്ങളുണ്ട്. ശബരിമലയിലെ അയ്യപ്പ ശ്രീകോവിലിന് കാവൽ നിൽക്കുന്ന ദ്വാരപാലക ശില്പങ്ങളും ശ്രീകോവിലിന്റെ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളിയും അടക്കം മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയവർക്ക് രക്ഷപ്പെടുവാനാണ് തനിക്ക് നേരെ അഴിച്ചുവിട്ട ആക്രമണമെങ്കിൽ
അതിനെ പ്രതിരോധിക്കുമെന്നും യഥാർത്ഥ സത്യം കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നുമാണ് ഷാഫി വ്യക്തമാക്കിയത്. ഷാഫി പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾക്ക് കാര്യമായ ആന്തരിക അർത്ഥങ്ങളുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം നമുക്കറിയാമല്ലോ, ഉണ്ണി ബാലകൃഷ്ണനെ പോലെ വിശ്വസ്തതയുള്ള കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ പോലും വിലക്കെടുത്തുകൊണ്ടാണ് CPM ഇപ്പോൾ ഒരു വ്യാജ പ്രചരണം നടത്തി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുമ്പോഴും സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് ദേവസ്വം വിജിലൻസ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ ദേവസ്വം ഉദ്യോഗസ്ഥർ മാത്രമാണ് പ്രതിസ്ഥാനത്തുള്ളതെന്നും ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ നിരപരാധികളാണെന്നും അതിനാൽ തന്നെ സർക്കാരിന്റെ ഭാഗത്ത് ആത്യന്തികമായി ഒരു തെറ്റുമില്ല എന്നും ഉണ്ണി ബാലകൃഷ്ണനെ പോലെ വിശ്വാസ്യതയുള്ള ഒരു മാധ്യമ പ്രവർത്തകനെ വിലക്കെടുത്തുകൊണ്ട് അദ്ദേഹം അവതരിപ്പിക്കുന്ന സർജിക്കൽ സ്ട്രൈക്ക് എന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പരിപാടിയിൽ ഇന്നലെ ഈ സർക്കാർ സ്പോൺസർ ചെയ്ത് പറഞ്ഞു വെപ്പിച്ചത് എന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ ഈ വ്യാജ പ്രചരണം കൊണ്ട് ഉണ്ണി ബാലകൃഷ്ണന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടു എന്നുള്ളതിനപ്പുറം ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുവാൻ ആ പരിപാടിയുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന കമന്റുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ യഥാർത്ഥത്തിൽ CPM-ഉം BJP-യും ചേർന്ന് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഒരു ഗൂഢ അജണ്ടയാണ്. കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിനെതിരെ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ഇതര ഭൂരിപക്ഷ വിഭാഗങ്ങളെയും അണിനിരത്തിക്കൊണ്ട് കേരളത്തെ ഒരു വർഗീയ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയാക്കി മാറ്റുവാൻ BJP-ക്ക് കുടപിടിച്ച് പിണറായി വിജയൻ നിൽക്കുന്നത് മൂന്നാമതും അധികാരത്തിലേറാമെന്ന വ്യാമോഹം കൊണ്ടാണ്. പിണറായി വിജയനെ മൂന്നാം വട്ടവും അധികാരത്തിലേറ്റുവാൻ BJP അനുഗ്രഹവും ആശീർവാദവും നൽകുന്നത് അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജീർണിച്ചില്ലാതാകുമ്പോൾ 2031 കേരളം എന്ന ഈ സംസ്ഥാനത്തിന്റെ മതേതര പാരമ്പര്യമുള്ള ഈ സംസ്ഥാനത്തിനെ വർഗീയ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയാക്കി വിജയകരമായി മാറ്റിക്കൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ അധികാരം പിടിച്ചെടുക്കാമെന്ന വ്യാമോഹത്തിന്റെ പേരിലാണ്. എങ്കിലും ഷാഫി പറമ്പിലിനെ പോലുള്ള നേതാക്കളാണ് ഇതിന് പ്രതിരോധം തീർത്ത് മുന്നിൽ നിൽക്കുന്നത് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഷാഫിക്കെതിരെ ഇപ്പോൾ BJP-യും CPM-ഉം ഒരുപോലെ വേട്ടയാടൽ നടത്തുവാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുവാനുള്ള സാമാന്യബോധം പ്രബുദ്ധരായ കേരള ജനതയ്ക്ക് ഉള്ളിടത്തോളം കാലം CPM-ന്റെയും BJP-യുടെയും ഈ പരീക്ഷണങ്ങൾ പാടെ പരാജയപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിലെ ജനാധിപത്യ സംസ്കാരത്തിന്റെ കാവൽക്കാരനായി ഷാഫി പറമ്പിൽ എന്ന നേതാവ് ജനഹൃദയങ്ങളിൽ ഇടം നേടിയിരിക്കുന്നു. അയാളുടെ ദേഹത്തു നിന്ന് എത്ര തുള്ളി ചോര പൊടിഞ്ഞാലും ജീവൻ പോകുന്നവരെയും മതേതര കേരളത്തിന്റെ കാവൽക്കാരനായി മതേതര ഇന്ത്യക്ക് വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ട് അയാൾ കേരള രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുമെന്ന യാഥാർത്ഥ്യം പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.